ഇന്ന് ഞാൻ എഴുതിയ ഒരു ചെറിയ കഥ പറയാൻ പോവുകയാണ്. ഇതൊരു ഫാൻറ്റസി കഥയാണ്. ഒരമ്മയുടെ സ്നേഹം എത്രമാത്രം അൺകണ്ടീഷണലാണ് എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണിത്. ഒരു ദിവസം നമ്മളുടെ സൃഷ്ടികർത്താവായ ദൈവവും ഒരമ്മയും തമ്മിൽ ഒരു ചെറിയ വാക്കുതർക്കം ഉണ്ടായി. ദൈവം പറഞ്ഞു, ഞാനാണ് എൻ്റെ സൃഷ്ടികളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അമ്മ പറഞ്ഞു, അല്ല, ഞാനാണ് എൻ്റെ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ദൈവം പറഞ്ഞു, എങ്കിൽ നീ ഒരു പരീക്ഷണത്തിന് തയ്യാറാകണം. അപ്പം അമ്മ പറഞ്ഞു, ശരി, എൻ്റെ സ്നേഹം തെളിയിക്കാൻ വേണ്ടി ഞാനൊരു പരീക്ഷണത്തിന് തയ്യാറാവാം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആ അമ്മയെയും കുഞ്ഞിനെയും രണ്ട് പാമ്പ് ആക്കി മാറ്റി ഒരു കാടിൻ്റെ നടുക്ക് കൊണ്ടുചെന്ന് ഇട്ടു. എന്നിട്ട് അവർക്ക് ചുറ്റും തീയിട്ടു. അപ്പോഴാണ് ആ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി, ദൈവം തന്നെ ചതിച്ചു. കാരണം ചുറ്റും തീയ്, കുഞ്ഞിനെ രക്ഷിക്കാൻ കൈകളില്ല, കാലുകളില്ല. ദൈവം അതൊക്കെ എടുത്തു മാറ്റി. എന്നിട്ടാണ് പരീക്ഷിക്കുന്നത്. അപ്പോൾ താൻ എങ്ങനെ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കും? അമ്മ വിചാരിച്ചു, വേണ്ട, എനിക്ക് ജയിക്കണ്ട, എൻ്റെ ദൈവം നീ വന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കൂ, ഞാൻ എൻ്റെ തർക്കത്തിൽ നിന്ന് പിന്മാറുന്നു, അങ്ങനെ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അമ്മ വിളിച്ചു, പക്ഷെ ദൈവം വന്നില്ല. ആ സമയത്ത് അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അമ്മ പെട്ടെന്ന് ആലോചിച്ച്, എൻ്റെ കുഞ്ഞിനെ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷിച്ചേ പറ്റൂ. അപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി. ആ പാമ്പ്, അമ്മ പാമ്പ്, കുഞ്ഞു പാമ്പിനെ അതിൻ്റെ വാല് മുതൽ വിഴുങ്ങാൻ തുടങ്ങി. എന്നിട്ട് തല വരെ വിഴുങ്ങി തല വായിൽ സേഫായിട്ട് വെച്ചുകൊണ്ട് അത് പതുക്കെ ആ തീയിലൂടെ എഴഞ്ഞ് വെളിയിലിറങ്ങി. അതിൻ്റെ ശരീരം മുഴുവൻ പൊള്ളി ആ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന അമ്മയുടെ മുമ്പിൽ അമ്മയെ കണ്ടപ്പോൾ ദൈവത്തിന് വളരെയധികം വിഷമം തോന്നി. എല്ലാ വേദനകളും എല്ലാം ദൈവം എന്നിട്ട് മാറ്റിക്കൊടുക്കും. ആ അമ്മ ദൈവത്തിനെ പോലും നാണിപ്പിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചു. അവിടെ അമ്മ എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തെക്കാൾ വലുതാണ്. സ്നേഹം എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണലാണ്. ഇന്നത്തെ കാലത്ത് കലിയുഗമാണ്. ബന്ധങ്ങൾക്കൊന്നും വിലയില്ലാത്തൊരു കാലമാണ്. സിനിമകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പരസ്പര സ്നേഹം എന്താണ് എന്ന് വേണം പഠിപ്പിച്ചു കൊടുക്കാൻ. ഇപ്പോൾ വരുന്ന ഒരുപാട് സിനിമകളും കഥകളും എല്ലാം ഒരുപാട് വയലൻസും മറ്റുള്ളവരെ ദേഷ്യം വന്ന ഉടനെ കൊല്ലുക എന്നതിനപ്പുറം ഒന്നും ഇല്ല അതിനകത്ത്. പ്രത്യേകിച്ച് ഹീറോയുടെ റോളിൽ വരുന്ന ആൾ തന്നെയാണ് ആൾക്കാരെ കൊല്ലുന്നത്. അപ്പോൾ ആളുകളെ കൊല്ലുന്നത് ഹീറോയിസമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണിപ്പം. ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ എവിടെയും ഇല്ല. അപ്പോൾ വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉള്ളിൽ അവനവന് ചെയ്യാൻ പറ്റാത്ത വയലൻസ് അവരുടെ മൂവിയിലൂടെ കാണുമ്പോൾ ആൾക്കാരത് ആസ്വദിക്കുന്നു. പക്ഷെ അത് ഇന്നത്തെ കുട്ടികൾക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവില്ല. വലിയ ആളുകളെ പോലെ ഈ ക്രൈം ചെയ്യുന്നത് തെറ്റാണ് എന്ന് അതങ്ങനെയാണ്. നമ്മൾക്ക് ദേഷ്യം വന്ന ഒരാളെ കൊല്ലുക എന്നുള്ളതിനപ്പുറം അവർക്ക് ചിന്തിക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് കഴിയുന്നില്ല. അങ്ങനെ വയലൻസ് കൂടുന്നു. ഇങ്ങനെയുള്ള ഗുണപാഠമുള്ളൊരു കഥകൾ ശരിക്കും സിനിമയായിട്ടും കഥ ബുക്കുകളായിട്ടും വരേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണിപ്പോൾ.